നമസ്കാരം. അർണോൾഡ് ഷ്വാസ്നഗർ, ജീവിത വിജയത്തിൻ്റെ പര്യായം, ചാപ്റ്റർ 25, ദി ഗവർണേറ്റ്. 2003 ഒക്ടോബർ 17 നടന്ന ഗവർണർ റീകോൾ ഇലക്ഷനിൽ ഫലപ്രഖ്യാപനം വന്നു. അർണോൾഡ് ഷ്വാസ്നഗർ പുതിയ ഗവർണറായിട്ട് തിരഞ്ഞെടുത്തു. അടുത്ത ദിവസം ഇലക്ഷൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വന്നു. അത് എതിരാളികൾക്കെല്ലാം വളരെ അമ്പരപ്പുണ്ടാക്കുന്ന രീതിയിലായിരുന്നു. അതായത് പഴയ ഗവർണർ ഗ്രേ ഡേവിസിനെ തിരിച്ചു വിളിക്കണം എന്നാവശ്യപ്പെട്ട് 55.4% ആൾക്കാർ വോട്ട് ചെയ്തു. അതായത് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് വെറും 44.6% മാത്രം. പുതിയ ഗവർണർ ആരായിരിക്കണം എന്നുള്ള വോട്ടിംഗ് ശതമാനം അർണോൾഡ് ഷ്വാസ്നഗർ 48.6%. പ്രധാന എതിർ സ്ഥാനാർത്ഥി ലഫ്റ്റനന്റ് ഗവർണർ ബുസ്റ്റാൻഡ് 31.5%. മറ്റൊരു റിപ്പബ്ലിക്കൻ നേതാവ് ടോം മെക്കിൻലോക്ക്, അദ്ദേഹത്തിന് 13.4%. മറ്റൊരു പ്രധാന സ്ഥാനാർത്ഥിയായിരുന്ന പീറ്റർ കാമജോ എന്ന ഒരു നേതാവിന്, അത് അവിടെ ഒരു ചെറിയൊരു ഈർക്കിൽ പാർട്ടിയുണ്ട്, ഗ്രീൻ പാർട്ടി എന്ന പേരിൽ, അതിൻ്റെ നേതാവാണ്, പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ആളല്ല, 2.8%. ഇനി അതിൻ്റെ താഴെ നിൽക്കുന്ന ആളുടെ വോട്ടിംഗ് ശതമാനം 0.6%. പിന്നെ ബാക്കിയുള്ള 130 മേലെ ആൾക്കാർ മത്സരിച്ചിരുന്നു. ഓരോരുത്തരുടെയും ശതമാനം ഇനി നമുക്ക് ഊഹിക്കാം. പിന്നെ അർണോൾഡിൻ്റെ പ്രധാന എതിരാളിയായിട്ട് വന്നിരുന്ന അറിയാന, അവർ ഈ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറഞ്ഞ രീതിയിൽ ഇലക്ഷൻ പോളിങ്ങിന് മുമ്പേ പിന്മാറി. ചുരുക്കി പറഞ്ഞാൽ പഴയ പ്രസിഡന്റിനെ അനുകൂലിക്കുന്ന 44.6% വോട്ടേഴ്സിനേക്കാൾ കൂടുതൽ വോട്ടേഴ്സ് അർണോൾഡ് ഗവർണറാവണം എന്നാവശ്യപ്പെടുന്നു. രണ്ടാമത്, പ്രധാന എതിരാളികളുടെ വോട്ട് ശതമാനം എല്ലാവരും കൂട്ടിയാൽ പോലും അർണോൾഡിൻ്റെ ഒപ്പത്തില്ല. അത്രയും വ്യക്തമായ ഭൂരിപക്ഷത്തിൽ തന്നെ അർണോൾഡ് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ടു. സത്യപ്രതിജ്ഞയ്ക്ക് കുറച്ച് ദിവസങ്ങളുണ്ട്. നവംബർ 17 സത്യപ്രതിജ്ഞ തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടയിൽ സന്തോഷകരമായ മറ്റൊരു അനുഭവം ഉണ്ടായി. പ്രസിഡന്റ് ജോർജ് W. ബുഷ് ഒരു ഏഷ്യൻ യാത്രയ്ക്കിടയിൽ ലോസ് ആഞ്ചലസിൽ ഒരു ദിവസം ഹോൾട്ട് ചെയ്തു. അർണോൾഡിനെ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിലേക്ക് വിളിപ്പിച്ചു. വാസ്തവത്തിൽ ഇലക്ഷൻ പ്രചാരണത്തിന് സീനിയർ ബുഷും അപ്പോഴത്തെ പ്രസിഡന്റ് ബുഷും പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. അർണോൾഡ് അത് വിനയപൂർവ്വം നിരസിക്കുകയായിരുന്നു. കാരണം എല്ലാം സ്വയം നേടണം. മറ്റൊരു പ്രചാരണത്തിന് ഇറങ്ങിയാൽ ലാസ്റ്റ് ക്രെഡിറ്റ് അവർക്കായിരിക്കും. പ്രസിഡന്റ് റൂമിലെത്തിയ അർണോൾഡിന് രസകരമായ മറ്റൊരു അനുഭവം ഉണ്ടായി. അവിടെ ആ സമയത്ത് പ്രസിഡന്റിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവ് കാൾ റോവ് ഉണ്ടായിരുന്നു. അർണോൾഡിനെ കണ്ടതും പെട്ടെന്ന് അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പ്രധാന കാര്യം, അർണോൾഡ് സ്ഥാനാർത്ഥി ആവരുത് എന്ന് പ്രസിഡന്റിനെ ഉപദേശിക്കുകയും ശക്തമായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കകത്ത് പ്രചരണം നടത്തുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു ഈ കാൾ റോവ്. പ്രസിഡന്റ് അർണോൾഡിനോട് പറഞ്ഞു, ഒന്നും വിചാരിക്കണ്ട, അയാൾക്കിപ്പോൾ ചമ്മലാണ്. അർണോൾഡ് പറഞ്ഞു, എനിക്കങ്ങനെ യാതൊരു വ്യക്തിപരമായ ദേഷ്യം അദ്ദേഹത്തോടില്ല. ഉടനെ പ്രസിഡന്റ് അയാളെ തിരിച്ചു വിളിപ്പിച്ചു. അർണോൾഡും കാൾ റോവും ഷേക്ക് ഹാൻഡ് ചെയ്തു. അങ്ങനെ ഒരു വിരോധം അവിടെ അവസാനിച്ചു. മറ്റു ചില ചരിത്ര പ്രാധാന്യങ്ങളും കൂടിയുണ്ട് ഈ വിജയത്തിന്. അമേരിക്കയിലെ റീകോൾ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിര സംഭവമാണ്. ഒരു വർഷത്തിൽ 4-5 തവണ, ചിലപ്പോൾ അതിൽ കൂടുതൽ ഓരോ സ്റ്റേറ്റിലും റീകോൾ പ്രപ്പോസൽ വന്നുകൊണ്ടിരിക്കും. അത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഓരോ സ്റ്റേറ്റിലെയും ജുഡീഷ്യൽ ഹെഡിനെ പോലും തിരിച്ചു വിളിക്കാനുള്ള അധികാരം അവിടെ ജനങ്ങൾക്കുണ്ട്. നമ്മുടെ നാട് പോലെയല്ല, ഓരോ സ്റ്റേറ്റിനും ഓരോ സുപ്രീം കോർട്ടുണ്ട്. ആ സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസിനെ പോലും തിരിച്ചു വിളിക്കാനുള്ള അധികാരം അവിടുത്തെ ജനങ്ങൾക്കുണ്ട്. പിന്നെ ഗവർണറെയും മറ്റേ അസംബ്ലിയിലെ ആൾക്കാരെയും പോലെയല്ല, പകരം ആര് വേണമെന്നുള്ളത് ഗവൺമെൻറ് തീരുമാനിക്കും. അത് ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ അധികാരമില്ല. പക്ഷേ ഇത്തരം റീകോൾ പ്രപ്പോസൽസിൽ 99% ജനപിന്തുണയില്ലാതെ തള്ളപ്പെടുകയാണ് ചെയ്യുക. അതായത് വോട്ടെടുപ്പ് ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യമാണ്. കാലിഫോർണിയയിൽ റീകോൾ ഇലക്ഷൻ നടക്കണമെങ്കിൽ 9 ലക്ഷം ആൾക്കാരുടെ പിന്തുണ വേണമായിരുന്നു. 13 ലക്ഷത്തോളം ആൾക്കാർ അത് പിന്തുണച്ചു. അതല്ല പല റീകോൾ പ്രപ്പോസലിൻ്റെ അവസ്ഥ. മഹാഭൂരിപക്ഷ ആൾക്കാരും
റീകോൾ പ്രപ്പോസലിനെ പിന്തുണയ്ക്കില്ല. അതുകൊണ്ട് വോട്ടെടുപ്പ് ഉണ്ടാവില്ല. വോട്ടെടുപ്പ് ഉണ്ടാകുമ്പോൾ തന്നെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് പഴയ ആൾക്ക് പകരം പുതിയൊരാൾ വരുന്നത്. ഗവർണർ സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ 1921 ശേഷം ആദ്യമായിട്ടാണ് ഒരു ഗവർണറെ മാറ്റി മറ്റൊരാൾ വരുന്നത്, അർണോൾഡ്. സംഭവം ഗവർണർ ആവലൊക്കെ കഴിഞ്ഞു. ഇനി ഒരുപാട് കടമ്പകൾ മുന്നിൽ കിടക്കുകയാണ്. റിസൾട്ട് ഡിക്ലെയർ ചെയ്ത് അന്ന് വൈകുന്നേരം തന്നെ മുൻഗാമി, അതായത് ഗ്രേ ഡേവിസ് അല്ല, അതിന് മുൻപുണ്ടായിരുന്ന റിപ്പബ്ലിക്കൻ ഗവർണർ പീറ്റ് വിൽസൺ അർണോൾഡിന് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തു. അവിടെ ഒരുപാട് മുൻ ഗവർണർമാരും മറ്റ് നേതാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ഗ്രേ ഡേവിസ് അതിൽ പങ്കെടുത്തു. അവിടെ വെച്ച് പീറ്റ് വിൽസൺ അർണോൾഡിന് ഒരു ഉപദേശം കൊടുത്തു. ഇന്ന് നല്ലപോലെ സന്തോഷിക്കുക. ഇനി താങ്കൾ സന്തോഷിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? അർണോൾഡ് ഇങ്ങനെ ഒരു ചോദ്യഭാവത്തിൽ നോക്കി. ഗവർണർ പദവി ഒഴിയുന്ന അന്ന്, അതായത് അത്രയും ഉത്തരവാദിത്തങ്ങളാണ്. ഒഫീഷ്യൽ ടെൻഷൻ നല്ലതുപോലെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സമയങ്ങൾ കുറവായിരിക്കും. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ അർണോൾഡ് ഓഫീസ് സന്ദർശിച്ചു. ഓഫീസ് എന്ന് പറഞ്ഞാൽ കാലിഫോർണിയ നമുക്കറിയാം, അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പദ് വ്യവസ്ഥയായിരുന്നു. ഏറ്റവും വലിയ ബഡ്ജറ്റുള്ള സ്റ്റേറ്റാണ്. അതുകൊണ്ട് തന്നെ നാഷണൽ ലെവലിലുള്ള പല കാര്യങ്ങളും മുമ്പേ ഉള്ള പല ഗവൺമെൻറ്റുകളോട് ചെയ്തിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ക്യാപിറ്റൽ ബിൽഡിങ്. ഗവൺമെൻറ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ക്യാപിറ്റൽ ബിൽഡിംഗ് എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. പിന്നെ ഒരു വ്യത്യാസമുള്ളത്, നാഷണൽ ലെവലിൽ, അതായത് വാഷിങ്ടണിൽ പ്രസിഡന്റ് താമസിക്കാൻ ഒരു ഒഫീഷ്യൽ ബിൽഡിംഗ് ഉണ്ട്, വൈറ്റ് ഹൗസ്. കാലിഫോർണിയയിൽ അതില്ല. മുൻ ഗവർണർമാരെല്ലാം ചെയ്തിരുന്നത് എവിടെയെങ്കിലും ഒരു ലക്ഷറി വീട് വാടകയ്ക്ക് എടുക്കും. പിന്നെ കുടുംബമൊക്കെ അവിടെ ആയിരിക്കും. ചിലവ് മുഴുവൻ ഗവൺമെൻറ് നോക്കിക്കൊള്ളുമല്ലോ. അർണോൾഡ് ആദ്യമേ ചില ഉറച്ച തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഒന്ന്, ഗവർണർ പദവിയിലിരിക്കുമ്പോൾ ശമ്പളം ആവശ്യമില്ല. നമ്മുടെ ഇന്ത്യയിലും അത്തരം രണ്ട് നേതാക്കന്മാർ എൻ്റെ ഓർമ്മ വരുന്നുണ്ട്. ഒന്ന് മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമും, പിന്നൊന്ന് തമിഴ്നാട് മുൻ ചീഫ് മിനിസ്റ്റർ ജയലളിതയും. രണ്ടാമത്തെ കാര്യം, താമസ സൗകര്യം സ്വന്തം ചെലവിലായിരിക്കും. അദ്ദേഹം വലിയ വീടൊന്നും എടുക്കാൻ നിന്നില്ല. അടുത്തുള്ളവർ സാമാന്യം ഭേദപ്പെട്ട ഒരു ഹോട്ടലിൽ, അദ്ദേഹത്തിൻ്റെ സാമാന്യം ഭേദപ്പെട്ട ഹോട്ടലാണ്, നമുക്കൊക്കെ ലക്ഷറി ഹോട്ടലായിരിക്കും, ഒരു റൂം അദ്ദേഹം റെസിഡൻസ് ആക്കി. കുടുംബമെല്ലാം പഴയ പോലെ, മറിയയും മക്കളും പഴയതുപോലെ തന്നെ എന്ന് തീരുമാനിച്ചു. ഗവർണർ ആവുന്നതിന് മുമ്പ് തന്നെ പ്രധാനപ്പെട്ട ഓഫീസ് സ്റ്റാഫിനെയൊക്കെ ഗവർണർ തന്നെ തീരുമാനിക്കും. അതായത് നിലവിലുള്ള സ്റ്റാഫിൽ ആരൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ വേണം എന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാം. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം ആദ്യമായിട്ടെടുത്ത തീരുമാനം, മുൻ ഗവർണറുടെ ചീഫ് ഓഫ് സ്റ്റാഫ് തന്നെ ആയിരിക്കും തൻ്റെയും ചീഫ് ഓഫ് സ്റ്റാഫ്. അവർ ഡെമോക്രാറ്റിക് പാർട്ടി അനുകൂലയാണ്. പക്ഷെ അതുമാത്രമല്ല, ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉള്ള, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, ഒരുപാട് വൻകിട കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇവിടത്തേക്കെ പോലെ ബസ്സിൽ കല്ലെറിഞ്ഞ് നടക്കുന്നവനെയൊക്കെ പിടിച്ച് PA ആക്കുന്ന ഇടപാടല്ല അവിടെ. പല റിപ്പബ്ലിക്കൻ നേതാക്കന്മാരും ചോദിച്ചു, ഇതെന്താ അവരെ ആക്കിയിരിക്കുന്നത്, നമ്മുടെ ഇടയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ? അർണോൾഡ് പറഞ്ഞു, ഓഫീസ് സ്റ്റാഫിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയമില്ല. ഏറ്റവും കഴിവുള്ളവരെ ഓഫീസ് സ്റ്റാഫ് ആക്കും. സ്വന്തം പാർട്ടിയിൽ തന്നെ ചില മുറുമുറുപ്പുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അതൊന്നും അദ്ദേഹം ശ്രദ്ധിച്ചതേയില്ല. പുതിയ സ്റ്റാഫുകളുടെ സഹായത്തോടെ അദ്ദേഹം പല പ്രശ്നങ്ങളും പഠിച്ചു, പ്രധാനമായിട്ടും സാമ്പത്തിക പ്രശ്നങ്ങൾ. കുറേയൊക്കെ അദ്ദേഹത്തിന് നേരത്തെ അറിയാം. അദ്ദേഹം ഗവർണേഴ്സ് കൗൺസിലുണ്ടായിരുന്ന കാലത്ത് പറഞ്ഞ പല നിർദ്ദേശങ്ങളും അന്നത്തെ ഗവർണർ അനുസരിച്ചില്ല. അതായത് സിലിക്കൺ വാലിയുടെ വരുമാനം കൂടിയപ്പോൾ അതിനനുസരിച്ച് സ്റ്റേറ്റിൻ്റെ വരുമാനം കൂടി. വരുമാനം കൂടിയപ്പോൾ അതിനനുസരിച്ച് ചെലവ് അർണോൾഡ് ആവശ്യപ്പെട്ട രീതിയിലല്ല ചെയ്തത്. ആവശ്യമില്ലാത്ത ശമ്പളവും പെൻഷനും മറ്റ് പല സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനും എല്ലാം കൂട്ടി. വരുമാനം കൂടുമ്പോൾ ഇതൊക്കെ കൂട്ടാൻ രസമാണ്. വരുമാനം കുറയുമ്പോൾ ഇതൊക്കെ കുറയ്ക്കാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? സമ്മതിക്കില്ല. അത് തന്നെയായിരുന്നു അവിടുത്തെ മെയിൻ പ്രശ്നവും. നവംബർ 17, 2003 സത്യപ്രതിജ്ഞ കഴിഞ്ഞു. ആദ്യമായിട്ട് അർണോൾഡ് എടുത്തൊരു തീരുമാനം, അതായത് പല നിയമങ്ങളും രണ്ട് രീതിയിലുണ്ടാവും. ഒന്ന് എക്സിക്യൂട്ടീവ് ഓർഡർ, അതായത് ഗവർണർ നേരിട്ടെടുക്കുന്ന തീരുമാനം. മറ്റൊന്ന് അസംബ്ലിയിലും സെനറ്റിലും ഒക്കെ ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനം. ഗവർണർ നേരിട്ടെടുത്ത ഒരു എക്സിക്യൂട്ടീവ് ഓർഡറായിരുന്നു കാറുകളുടെ ടാക്സ് വർദ്ധിപ്പിക്കും എന്നുള്ളത്. അത് അർണോൾഡ് ആദ്യമായിട്ട് ക്യാൻസൽ ചെയ്ത ഒരു ഓർഡറായിരുന്നു. കൂട്ടത്തിൽ ഗ്രേ ഡേവിസ് എടുത്ത മറ്റൊരു തീരുമാനം ഉണ്ടായിരുന്നു. അന്നത്തെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം, ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ.
അനധികൃതമായിട്ട് കുടിയേറി താമസിക്കുന്ന ആൾക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യാം എന്നൊരു തീരുമാനം. അത് അർണോൾഡ് പിൻവലിച്ചു. അത്തരം ആൾക്കാരെ മുഴുവൻ US-ൽ നിന്ന് തന്നെ പുറത്താക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് അർണോൾഡ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയും. പിന്നെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, അവിടുത്തെ പല ഇന്ത്യൻ ട്രൈബ്സും നടത്തുന്ന കാസിനോകൾക്ക് ടാക്സ് ഇല്ല. അതിന് അവർക്ക് പ്രത്യേക പരിരക്ഷ കൊടുക്കുന്ന 2 എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് അവിടെ നിലനിന്നിരുന്നു. അത് രണ്ടും അർണോൾഡ് ക്യാൻസൽ ചെയ്തു. ഇത്തരം ചില നീക്കങ്ങൾ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള മതിപ്പ് വളരെയധികം കൂട്ടി. അവിടെ വേറൊരു കാര്യമുണ്ട്, 3 മാസം കൂടുമ്പോൾ അഭിപ്രായ സർവേ നടക്കും. ഓരോ നേതാക്കന്മാരുടെയും പൊതുജനാഭിപ്രായം വിലയിരുത്തുന്ന ഒരു സർവേ. ഗവർണറായി 3 മാസം കഴിഞ്ഞ് വന്ന അഭിപ്രായ സർവേയിൽ അർണോൾഡിന് ഉള്ള ജനപിന്തുണ 70% ഉയർന്നു. 48% ആയിരുന്നു ഇലക്ഷൻ സമയത്തുണ്ടായിരുന്ന ജനപിന്തുണയെങ്കിൽ ഇപ്പോഴത് 70% ഒപ്പം ജനങ്ങൾ അദ്ദേഹത്തെ ഒരു ഓമന പേര് വിട്ടു, ഗവർണേറ്റർ, ടെർമിനേറ്റർ പ്ലസ് ഗവർണർ. ഇത്രയൊക്കെ എളുപ്പം കഴിഞ്ഞു. ഇനിയുള്ള കാര്യങ്ങൾ അങ്ങനെയല്ല. ഇനി പല മാറ്റങ്ങളും വരുത്തണമെങ്കിൽ അസംബ്ലിയുടെയും സെനറ്റിൻ്റെയും പെർമിഷൻ വേണം. അവിടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ പറ്റൂ. പക്ഷെ അസംബ്ലിയിലും സെനറ്റിലും അപ്പോഴും ഭൂരിപക്ഷം ഡെമോക്രാറ്റുകളാണ്. സ്വാഭാവികമായിട്ടും അർണോൾഡിന് പല കാര്യങ്ങളും അത്ര എളുപ്പമല്ല. പ്രധാനമായിട്ടും ഇനി ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളിലുള്ള ചെലവുകൾ വെട്ടിച്ചുരുക്കണം. അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് അവിടെ ഒരുപാട് ചിലവാക്കുന്നുണ്ട്. അത് വെട്ടിച്ചുരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്കൂളിൻ്റെ കാര്യങ്ങൾക്കോ കുട്ടികളുടെ കാര്യങ്ങൾക്കോ അല്ല കൂടുതൽ പൈസ അവിടെ ചിലവാക്കുന്നത്, പകരം ടീച്ചേഴ്സിൻ്റെ ശമ്പളവും പെൻഷനുമാണ്. അത് വെട്ടിക്കുറയ്ക്കാൻ പോയ ടീച്ചേഴ്സും അവരുടെ യൂണിയനും വെറുതെ ഇരിക്കില്ല. ഇതുപോലെ തന്നെയാണ് മറ്റ് പല രംഗങ്ങളിലും അവസ്ഥ. പോലീസിനും ഫയർഫോഴ്സിനും ഒന്നും ആധുനിക ഉപകരണങ്ങളില്ല, സൗകര്യങ്ങളില്ല. പക്ഷേ ശമ്പളത്തിനും പെൻഷനും വേണ്ടി ഒരുപാട് പൈസ ചിലവാക്കുന്നുണ്ട്. അത് വെട്ടിക്കുറയ്ക്കാൻ പോയാൽ അവരുടെ യൂണിയൻ വെറുതെ ഇരിക്കില്ല. അങ്ങനെ എല്ലായിടത്തൊന്നും എതിർപ്പുകൾ ക്ഷണിച്ചു വരുത്തും. എന്തെങ്കിലും സാമ്പത്തിക പരിഷ്കരണം അവിടെ നടപ്പിലാക്കിയ, എന്നാൽ അത്തരം പരിഷ്കാരങ്ങളില്ലാതെ സ്റ്റേറ്റിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം കടബാധ്യത അത്രയും കൂടുതലാണ്. കടമെടുത്താൽ അതുകൊണ്ട് എന്തെങ്കിലും റിപ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം, എന്നിട്ട് ആ കടം തിരിച്ചു വീട്ടണം. എന്നാലേ ഈ കടബാധ്യത കൊണ്ട് കാര്യമുള്ളൂ. അല്ലാതെ കടമെടുക്കുന്നു, ശമ്പളം കൊടുക്കുന്നു, പെൻഷൻ കൊടുക്കുന്നു, ഇവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ലാസ്റ്റ് അതിൻ്റെ പലിശ കൊടുക്കാൻ വേറെ കടമെടുക്കുന്നു, മുതൽ കൂടിക്കൂടി വരുന്നു. അങ്ങനെ പോയിട്ടെന്താ കാര്യം? അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് മാറ്റം വരുത്തണം എന്നുള്ളതാണ് അർണോൾഡിൻ്റെ തീരുമാനം. പക്ഷേ തീരുമാനങ്ങൾ നടപ്പിലാക്കൽ അത്ര എളുപ്പമല്ല. ഒന്നും മാറാൻ പാടില്ല, എന്നാൽ എല്ലാം ഇങ്ങനെ തന്നെ പോകണം എന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയക്കാരാണ് മഹാഭൂരിപക്ഷവും. കാരണം പ്രശ്നങ്ങളുണ്ടെങ്കിലല്ലേ രാഷ്ട്രീയക്കാർക്ക് അവിടെ നിലനിൽപ്പുള്ളൂ. ഒരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഇവന്മാർക്കൊന്നും നിലനിൽപ്പില്ല. അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻഷുറൻസ് അഡ്വൈസർ വഴി ഒരുപാട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട്. അതായത് ഒരാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ അയാൾക്ക് കോമ്പൻസേഷൻ കിട്ടണം. അയാൾ ആ അപകടം ചികിത്സയിലുള്ള കാലം മുഴുവൻ ശമ്പളവും കിട്ടും എന്നുള്ള ഒരു നിയമമാണ് നിലവിലുണ്ട്. പക്ഷേ പലരും അത് മിസ്യൂസ് ചെയ്യുന്നുമുണ്ട്. അദ്ദേഹം നേരിട്ട് ജിംനേഷ്യത്തിൻ്റെ ആളെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തോട് മത്സരിച്ച് സ്ക്വാറ്റ് ചെയ്യും, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചുറി വരും. നമ്മളോട് ചോദിക്കുന്നത് എന്തിനാ അത്രയും വെയിറ്റ് ഉയർത്തുന്നത്, എൻ്റെ അത്രയൊക്കെ നിങ്ങൾ ഉയർത്തിയിടാൻ നടക്കില്ല. അങ്ങനെ അയാൾ പറയുന്ന മറുപടി രസകരമാണ്, ഞാൻ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ടിൽ മെമ്പറാണ്. അതായത് ഒരു അപകടം പറ്റിയാൽ കുറേ ദിവസം റെസ്റ്റും എടുക്കാം, ശമ്പളവും കിട്ടും, ബാക്കി കാര്യങ്ങളും കിട്ടും. ഒറ്റ കാര്യമുള്ളത് അതിനവിടുത്തെ ഒരു ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് വേണം. ഇയാൾക്ക് പരിക്ക് പറ്റിയത് ജോലി സമയത്താണ്. ജിംനേഷ്യത്തിൽ സ്ക്വാറ്റ് ചെയ്തവൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും, അയാളുടെ ഡ്യൂട്ടി ടൈമിലാണ് ആ പരിക്ക് പറ്റിയതെന്ന്. അർണോൾഡ് രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ അത്തരം ഒരു വ്യക്തിയെ നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അയാൾ പറഞ്ഞ പോലെ സ്കീയിങ് എന്നതിൽ കാലൊടിഞ്ഞു. അയാളും പക്ഷേ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ടിൽ കോമ്പൻസേഷനൊക്കെ വാങ്ങിച്ച് റെസ്റ്റ് എടുത്ത് ശമ്പളമൊക്കെ വാങ്ങിച്ചിരിക്കുകയാണ്. ഇത്തരം മിസ്യൂസുകൾ ഇല്ലാതാക്കണം എന്നുള്ള ഒരു തീരുമാനം അർണോൾഡ് എടുത്തു. സ്വാഭാവികമായിട്ടും വ്യാപകമായ എതിർപ്പുകൾ. പക്ഷേ ആ ഒരു കാര്യത്തിൽ രാഷ്ട്രീയക്കാർക്ക് അങ്ങനെ ഓപ്പണായിട്ടൊന്നും പറയാനും വയ്യ. കാരണം
മിസ്യൂസ് ഇല്ലാതാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മിസ്യൂസ് വേണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. ചില തൊഴിലാളി യൂണിയനുകൾ മാത്രം ശക്തമായിട്ട് എതിർപ്പുമായിട്ട് രംഗത്ത് വന്നു. ഒപ്പം അനുകൂലമായിട്ട് ഇൻഷുറൻസ് കമ്പനികളും ഈ ഇവരുടെയൊക്കെ എംപ്ലോയേഴ്സും രംഗത്ത് വന്നു. കാരണം ഈ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ടിൽ കൂടുതൽ ലയബിലിറ്റി വരുന്ന അവർക്ക് രണ്ടുപേർക്കാണ്, ഇവർക്ക് സുഖമാണല്ലോ. അവസാനം ആ ഒരു നിയമം പാസ്സാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് മിസ്യൂസ് ചെയ്യുന്നത് കഠിന ശിക്ഷ, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവൻ ആദ്യം അകത്താവും എന്നുള്ളൊരവസ്ഥ വന്നാൽ പിന്നെ ആരും ആ മിസ്യൂസിന് സർട്ടിഫിക്കറ്റ് കൊടുക്കില്ലല്ലോ. അത്തരം ഒരു നിയമം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള പരിഷ്കാരങ്ങളെല്ലാം ഭയങ്കരമായ എതിർപ്പിൽ കലാശിച്ചു. ഇവിടെ രാഷ്ട്രീയമായിട്ട് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. അർണോൾഡിനെതിരെ ഒരു റീകോൾ ഇലക്ഷൻ. രണ്ടാമത്തെ കാര്യം, അർണോൾഡിൻ്റെ ഈ പരിഷ്കാരങ്ങൾ ശരിയല്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊപ്പോസൽ. നമുക്ക് നേരത്തെ അറിയാം, പബ്ലിക്കായിട്ട് ആർക്കും വോട്ടേഴ്സ് പ്രൊപ്പോസൽ നടത്താം. നിശ്ചയ ശതമാനം വോട്ട് കിട്ടിയാൽ അത് പാസ്സാവും. പ്രധാന എതിരാളികളെന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർ തന്നെയാണ്, പ്രത്യേകിച്ച് തൊഴിലാളി സംഘടനകൾ. അവർ ധാരാളം പണം എറിഞ്ഞു കളിച്ചു. അത് കാലിഫോർണിയ സ്റ്റേറ്റിലെ മാത്രമല്ല, അമേരിക്ക എന്നുള്ള രാജ്യത്തെ മിക്കവാറും യൂണിയൻകാരൊക്കെ അവിടെ എത്തി അവരുടെ സംഭാവനയായിട്ട് ഈ യൂണിയനുകൾക്ക് കൊടുക്കാൻ. അങ്ങനെ ഏകദേശം അർണോൾഡിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസിയുടെ കണക്ക് പ്രകാരം $20 കോടി ആ ഇലക്ഷന് വേണ്ടി തൊഴിലാളി സംഘടനകൾ ചെലവാക്കി. പക്ഷേ അവർക്ക് പൂർണ്ണമായിട്ടും വിജയിക്കാൻ കഴിഞ്ഞില്ല. അർണോൾഡിൻ്റെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു കാര്യത്തിൽ ഭൂരിപക്ഷത്തിലെത്താൻ ആ ബാലറ്റിന് കഴിഞ്ഞു. പക്ഷേ റീകോൾ പരാജയപ്പെട്ടു. അപ്പോഴും അർണോൾഡിനെ ഗവർണർ സ്ഥാനത്ത് മാറ്റാൻ ജനങ്ങൾ തയ്യാറല്ല. കാലിഫോർണിയ സ്റ്റേറ്റിൽ ഇതെല്ലാം സംഭവിക്കുമ്പോഴും പക്ഷേ നാഷൻ വൈഡ് അർണോൾഡിൻ്റെ ജനസമ്മതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ തെളിവായിരുന്നു ആ വർഷം അവിടെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുകയാണ്. പ്രസിഡൻഷ്യൽ ഇലക്ഷൻ്റെ മുഖ്യപ്രഭാഷണം, ഉദ്ഘാടനത്തിൻ്റെ മുഖ്യപ്രഭാഷണം അർണോൾഡ് നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജോർജ് ബുഷ് ഇൻവൈറ്റ് ചെയ്തു. അർണോൾഡ് ന്യൂയോർക്കിലെ ചരിത്ര പ്രസിദ്ധമായ മസിറോൺ സ്ക്വയർ ഗ്രൗണ്ടിൽ വെച്ച് ജോർജ് ബുഷിൻ്റെ ഇലക്ഷൻ പ്രചാരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള മുഖ്യപ്രഭാഷണം നടത്തി. അത് കവർ ചെയ്യുന്നതിന് മുമ്പ് ഗവർണർ ഇലക്ഷൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ലോകം മുഴുവനുള്ള മാധ്യമങ്ങൾ അവിടെ എത്തിയിരുന്നു. അർണോൾഡിൻ്റെ പ്രസംഗം എല്ലാവരും കൈയടിച്ച് സ്വീകരിച്ചു. അവസാനം അർണോൾഡ് പറഞ്ഞൊരു വാചകം, അത് ലോകം മുഴുവൻ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ വൈറലായി. ഇത്രേ പറഞ്ഞുള്ളൂ, 3 വാക്ക്. അനദർ 4 years. അതിന് വളരെ വലിയ കയ്യടിയായിരുന്നു. ആ പരിപാടിയിൽ മെറിയ പങ്കെടുത്തിരുന്നു. ഒപ്പം മെറിയയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, റോബർട്ട് ഷ്രൈബറും യൂനിസ് കെന്നഡിയും. എല്ലാം കഴിഞ്ഞ് അവർ മീറ്റ് ചെയ്ത സമയത്ത് യൂനിസ് പറഞ്ഞു, ഞാൻ റിപ്പബ്ലിക്കൻ ആയാലോ എന്ന് ആലോചിക്കുകയാണ് നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ട്. പക്ഷേ പിന്നീട് അവർ ചർച്ച ചെയ്തത് കാലിഫോർണിയയിലെ പ്രശ്നങ്ങളായിരുന്നു. അപ്പം മറ്റവരുടെ പാർട്ടിക്കാരാണല്ലോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ കൂടുതൽ. അങ്ങനെ റോബർട്ട് ആൻഡ് യൂനിസ് അവർ പല ചർച്ചകളും നടത്തി. ആ ചർച്ചകൾക്കൊടുവിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അർണോൾഡ് ഒരു സർവേ നടത്തി. ആ സർവേയിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിനൊരു പൊളിറ്റിക്കൽ ഏജൻസി ഓൾറെഡി ഉണ്ടല്ലോ, അവരാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾക്കെതിരെയുള്ള ബാലറ്റ് ജനങ്ങൾ വിജയിപ്പിച്ചു. അതിന് ജനങ്ങൾ പറഞ്ഞ കാരണം ഇതാണ്, അദ്ദേഹത്തെ ഞങ്ങൾ വിജയിപ്പിച്ചത് ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനാണ്, അല്ലാതെ വീണ്ടും അതിനെതിരെ ഞങ്ങളുടെ അടുത്തോട്ട് വരാനല്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഗവർണർ പോസ്റ്റിൽ നിന്ന് റീകോൾ ചെയ്യുന്നതിന് ഞങ്ങൾ അനുകൂലിക്കാത്തത്. അദ്ദേഹത്തിനെ കൊണ്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അപ്പോഴും ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ അത് രാഷ്ട്രീയ തലത്തിൽ തീരുമാനിക്കേണ്ട കാര്യമാണ്, ജനങ്ങളല്ല തീരുമാനിക്കേണ്ടത്. അത്യാവശ്യം ബോധമുള്ള ജനങ്ങളാണ് അവിടെ. ആ സർവേ ഫലം പുറത്തു വന്നോടെ പക്ഷേ എതിരാളികൾക്കൊന്നും മനസ്സിലായി അർണോൾഡിന് നല്ല ജനസമ്മതിയുണ്ട്. അതോടെ അവരും ഒന്ന് തണുത്തു. പിന്നെ അവരൊന്നിച്ചു കൂടിയിരുന്ന് പല ചർച്ചകളും നടത്തി. അതിൻ്റെ ഫലമായി അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാം, പല ചെലവുകളും വെട്ടിക്കുറയ്ക്കാം എന്നുള്ള ഒരു ധാരണയിൽ ഇരുപക്ഷവും എത്തി. അർണോൾഡിൻ്റെ ഗവർണർഷിപ്പ് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ തുടങ്ങി.